2025 നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ, അപ്പോൾ അത്തരത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകളിലും അങ്ങനെ ഒരു ചോദ്യം തന്നെയായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എനിക്ക് അതിൽ ആദ്യത്തെ ചോദ്യമാണ്, ദയർ ഡിസ്കഷൻ ആൾവേസ് എൻഡഡ് ഇൻ ഡിസഗ്രിമെന്റ്. പിക്ക് ഔട്ട് ദ ആന്റണിം ഫോർ ദ വേർഡ് അണ്ടർലൈൻഡ് വേർഡ്. താഴെ തന്നിരിക്കുന്നതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ വാക്കിന്റെ ആന്റണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസഗ്രിമെന്റ് എന്നതിന്റെ ആന്റണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആന്റണിം ഏതാണ്? കൺസെൻസസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. സിനോണിം ആന്റണിം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സിനോണിം ആന്റണിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സിനോണിംസ് നോക്കാം. എബിലിറ്റി എന്നതിന്റെ ആന്റണിം ഏതാണ് ഉള്ളത്? എബിലിറ്റി എന്നതിന്റെ ആന്റണിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡിസെബിലിറ്റി എന്ന് പറയാം. കേട്ടോ, എന്തെന്ന് പറയാം? ഡിസെബിലിറ്റി. എബിലിറ്റിയുടെ സിനോണിം ഏതാണെന്ന് ചോദിച്ചാൽ ഡിസെബിലിറ്റി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു, വരുന്ന ഒന്നാണ് എന്ത് ചെയ്യും, അതേപോലെ അബണ്ടൻസ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അബണ്ടൻസ് സിനോണിമായിട്ടും ആന്റോണിമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അബണ്ടൻസ് എന്നതിന്റെ ABUNDANCE അബണ്ടൻസ് എന്നതിന്റെ ആന്റോണിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കേഴ്സിറ്റി ആണ്. അതായത് അബണ്ടൻസ് ധാരാളം, അതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ സ്കേഴ്സിറ്റി. RCITY സ്കേഴ്സിറ്റി ആണ് കേട്ടോ. അബണ്ടൻസിന്റെ ഓപ്പോസിറ്റ് ആണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ അക്സെപ്റ്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം? അക്സെപ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് റിജക്റ്റ് എന്ന് പറയുന്നത്. റിജക്റ്റ് എന്ന് പറയും. അക്സെപ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ റിജക്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ വരുന്ന മറ്റൊരു വാക്കാണ് എന്ത് ചെയ്യുന്നു, എലൈവ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എലൈവ് ജീവിച്ചിരിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഡെഡ് ആണ്. എലൈവ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഡെഡ് ആണ്. അതേപോലെ ഏൻഷ്യന്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏൻഷ്യന്റ് പുരാതനമായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? മോഡേൺ എന്നാണ് കേട്ടോ. ഏൻഷ്യന്റിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മോഡേൺ എന്ന് പറയും. ഏൻഷ്യന്റ് മോഡേൺ എന്ന് പറയും. ഏൻഷ്യന്റിന്റെ ഓപ്പോസിറ്റ് ആണ് മോഡേൺ എന്ന് പറയും. ഏൻഷ്യന്റ് മോഡേൺ. അതുപോലെ കോൺഫിഡന്റ് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മവിശ്വാസമുള്ളത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫിഡന്റ്. DIFFIDENT ഡിഫിഡന്റ്. കോൺഫിഡൻസ് ഇല്ലായ്മ, ആത്മവിശ്വാസം ഇല്ലായ്മ എന്നാണ്. അതേപോലെ അടുത്ത് വരുന്നതാണ് എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. കോൺട്രാക്ട് എന്നതിന്റെ ഓപ്പോസിറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങുക. എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ആണ് ഓപ്പോസിറ്റ് വരുന്നത്. കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്പാൻഡ് എന്ന് പറയുന്നത്. കെയർ ചെയ്യുക എന്നതിന്റെ ഓപ്പോസിറ്റ്, കെയർ സംരക്ഷിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യുക, നമ്മൾ ഒഴിവാക്കി കളയുക എന്ന് പറയില്ലേ, നെഗ്ലക്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. കെയറിന്റെ ഓപ്പോസിറ്റ് ആണ് നെഗ്ലക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. കെയർ, നെഗ്ലക്റ്റ്. അപ്പം ഇങ്ങനെയുള്ള എന്ത് ചെയ്യുന്നൂടെ വാക്കുകളൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക. പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളാണ്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയാണുള്ള even though I was a beginner in the field, there had been my friends to show me the ropes. Identify the meaning of underlined idiom. താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ടു ഷോ മീ ദ റോപ്സ് എന്നതിന്റെ മീനിങ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആയിട്ടുള്ള ടു ടീച്ച് ഓർ ഗൈഡ് സംവൺ എസ്പെഷ്യലി ഇൻ എ ന്യൂ ജോബ്. പുതിയ ജോലികളിൽ ഒക്കെ സഹായിക്കുക അല്ലെങ്കിൽ ഗൈഡൻസ് നൽകുക എന്നതാണ്. ഇഡിയംസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ അഞ്ചാറ് കുറച്ച് ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഐവറി ടവർ എന്ന് പറഞ്ഞാൽ തോന്നിട്ടില്ല. ഐവറി ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐവറി ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്ത് ചെയ്യുന്നു? നമ്മൾ പറയില്ലേ എ പ്ലേസ് ഡു നോട്ട് ടച്ച് ഓർ റീച്ച്. എ പ്ലേസ് ഡു നോട്ട് ടച്ച് ഓർ റീച്ച്. നമുക്ക് എത്തിച്ചേരാനോ എന്ത് ചെയ്യുന്നൂടെ സ്പർശിക്കാനോ കഴിയാത്ത സ്ഥലങ്ങൾക്ക് പറയുന്ന പേരാണ് ഐവറി ടവർ എന്ന് പറയും കേട്ടോ. ഐവറി ടവർ എന്ന് പറയും. അതുപോലെ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡ് മീൻസ് അൺഇമോഷണൽ മാനർ എന്നാണ് കേട്ടോ. അൺഇമോഷണൽ മാനർ എന്നാണ് കേട്ടോ കോൾഡ് ബ്ലഡ്. അതേപോലെ ഹോബ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഹോബ്സൺസ് ചോയ്സ് നിങ്ങളിങ്ങനെ ഓർത്താലും മതി. ഹസ്ബൻഡ്സ് ചോയ്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹസ്ബൻഡ്സിന് ഇപ്പോൾ ചോയ്സ് വല്ലതും ഉണ്ടോ? നോ ചോയ്സ് എന്നാണ് കേട്ടോ. ഹോബ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നോ ചോയ്സ് എന്നാണ് കേട്ടോ. ഹോബ്സൺസ് ചോയ്സ് മീൻസ് നോ ചോയ്സ് ആണ് കേട്ടോ. അതേപോലെ ഗെറ്റ് ദ ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഗെറ്റ് ദ ബെറ്റർ മീൻസ് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ ടു വിൻ ആണ് കേട്ടോ. ഗെറ്റ് ദ ബെറ്റർ മീൻസ് ടു വിൻ, വിജയിക്കുക. ഗെറ്റ് ദ ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ടു വിൻ. ഓക്കെ. അതേപോലെ ഗോട്ട് ആൻ ആക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഗോട്ട് ആൻ ആക്സ് മീൻസ് ലോസ്റ്റ് ജോബ് എന്നാണ് കേട്ടോ. ഗോട്ട് ആൻ ആക്സ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ജോബ്, എന്ത് ചെയ്യുന്നുണ്ട്? ജോലി നഷ്ടപ്പെടുക, ലോസ്റ്റ് ജോബ് എന്നാണ് കേട്ടോ. അതുപോലെ ഗിഫ്റ്റ് ഓഫ് ജാബ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഗിഫ്റ്റ് ഓഫ് ജാബ് എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ GAB ജാബ്. ഗിഫ്റ്റ് ഓഫ് ജാബ് മീൻസ് ഫ്ലുവൻസി ഓഫ് സ്പീച്ച് എന്നാണ് കേട്ടോ. ഫ്ലുവൻസി ഓഫ് സ്പീച്ച് എന്നാണ് കേട്ടോ. ഗിഫ്റ്റ് ഓഫ് ജാബ് ഫ്ലുവൻസി ഓഫ് സ്പീച്ച് എന്നാണ്. ഗിഫ്റ്റ് ഓഫ് ജാബ് മീൻസ് ഫ്ലുവൻസി ഓഫ് സ്പീച്ച്. അപ്പം അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. പിന്നെ അതേപോലെ അയൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അയൺ ഹാൻഡ് മീൻസ് സ്ട്രോങ്ലി എന്നാണ് കേട്ടോ. അയൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ്ലി എന്നാണ്. എന്നാൽ അയൺ വില്ല് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അയൺ വില്ല് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസിഷൻ ആണ് കേട്ടോ. അയൺ വില്ല് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസിഷൻ ആണ് കേട്ടോ. അയൺ വില്ല് സ്ട്രോങ് ഡിസിഷൻ, ഉറച്ച തീരുമാനങ്ങളാണ്. അയൺ വില്ല് സ്ട്രോങ് ഡിസിഷൻ ആണ് കേട്ടോ. ഡിസിഷൻ. അതേപോലെ വരുന്ന മറ്റൊരു ഇടിയാണ് ലെയിം ഡക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ലെയിം ഡക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയിം ഡക്ക് മീൻസ് എ പേഴ്സൺ ഡു നോട്ട് പേ ബാക്ക് ഹിസ് ഡെപ്റ്റ് എന്നാണ് കേട്ടോ. ലെയിം ഡക്ക് മീൻസ് എ പേഴ്സൺ ഡു നോട്ട് പേ ബാക്ക് ഹിസ് ഡെപ്റ്റ്, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരെയൊക്കെ ലെയിം ഡക്ക് എന്ന് പറയാം കേട്ടോ. ലെയിം ഡക്ക്. ഹിറ്റ് ദ ടോപ്പ് ഓഫ് ദ നെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഹിറ്റ് ദ ടോപ്പ് ഓഫ് ദ നെയിൽ, ഹിറ്റ് ദ എക്സാക്ട് പോയിന്റ് അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റ്. ആണി അടിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പോയിന്റിൽ അടിക്കണമെന്ന് ഓർക്കണം കേട്ടോ. ഹിറ്റ് ദ ടോപ്പ് ഓഫ് ദ നെയിൽ മീൻസ് എക്സാക്ട് പോയിന്റ് അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റ് എന്നാണ് കേട്ടോ. എക്സാക്ട് പോയിന്റ് അല്ലെങ്കിൽ കറക്റ്റ് പോയിന്റ് എന്നാണ് കേട്ടോ. മാൻ ഓഫ് പാർട്സ് എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ മീനിങ്? മാൻ ഓഫ് പാർട്സ് മീൻസ് ടാലന്റഡ് പേഴ്സൺസ് എന്നാണ് കേട്ടോ. മാൻ ഓഫ് പാർട്സ് ടാലന്റഡ് പേഴ്സൺസ് എന്നാണ് കേട്ടോ. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇൻ ഹൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇൻ ഹൈ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ് കേട്ടോ. ഇൻ ഹൈ സ്പിരിറ്റ് എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ്. എന്നാൽ ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാലും എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ്. ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാലും എക്സ്ട്രീം ഹാപ്പിനെസ് എന്നാണ്. ടേക്ക് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്ക് എ ബുക്ക്. മറ്റൊരു ഇടിയാണ് ടേക്ക് എ ബുക്ക്. നമ്മൾ സാധാരണ ബുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലുന്നതിന് തുല്യമാണ് കേട്ടോ. ടേക്ക് എ ബുക്ക് എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് എന്നാണ് കേട്ടോ. ടേക്ക് എ ബുക്ക് പണിഷ്മെന്റ്. എന്നാൽ ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗുഡ് ബുക്സ്, നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ കാണും, അത് നമ്മളെ ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ്. ഇപ്പൊ ബാഡ് ബുക്ക് എന്തായിരിക്കും കുട്ടികളെ? ബാഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ബാഡ് ബുക്ക് മീൻസ് നോട്ട് ഫേവറേറ്റ്. ബാഡ് ബുക്ക് നോട്ട് ഫേവറേറ്റ് കേട്ടോ. ലൈക്ക് എ ബുക്ക്, മറ്റൊരു ഇടിയാണ് ലൈക്ക് എ ബുക്ക്. ഒരു പുസ്തകം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ലൈക്ക് എ ബുക്ക് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കുട്ടികളെ? കംപ്ലീറ്റ് ആയിട്ട് വായിക്കും കേട്ടോ. ലൈക്ക് എ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി. ലൈക്ക് എ ബുക്ക് കംപ്ലീറ്റ്ലി എന്നാണ് കേട്ടോ. ലൈക്ക് എ ബുക്ക് കംപ്ലീറ്റ്ലി. അതുപോലെ വരുന്ന മറ്റൊന്നാണ് ഹിറ്റ് ദ ബുക്ക് കേട്ടോ. ഹിറ്റ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ഈ പിള്ളേരൊക്കെ, ചില പിള്ളേരൊക്കെ, പഠിക്കുന്ന പിള്ളേരൊക്കെ തലക്കിട്ടടിച്ച് ബുക്കിട്ട് പഠിക്കാറില്ലേ? കാരണം പഠിച്ച സാധനം മറന്നു പോകുമ്പോൾ പിള്ളേർക്ക് ഭ്രാന്താവും. അപ്പം നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണ് നമ്മളാണെങ്കിൽ തലയുടെ അടിയിൽ ബുക്ക് വെച്ച് കിടക്കും. ഇപ്പം
അപ്പൊ ഹിറ്റ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഹാർഡ് എന്നാണ്. ഹിറ്റ് ദ ബുക്ക് മീൻസ് സ്റ്റഡി ഹാർഡ് എന്നാണ് കേട്ടോ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് ഓൾവേസ് കോറൽ എന്നാണ് കേട്ടോ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ് ഓൾവേസ് കോറൽ എന്നാണ് കേട്ടോ. എന്നാൽ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലോ ഹെവി റെയിൻ എന്നാണ് കേട്ടോ. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഹെവി റെയിൻ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാലും ഹെവി റെയിൻ എന്നാണ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെയിൻ എന്നാണ് കേട്ടോ. ഹെവി റെയിൻ. ഗ്രീസ് ഓൺ യുവർ പാം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? ഗ്രീസ് ഓൺ യുവർ പാം അല്ലെങ്കിൽ ഓയിൽ ഓൺ യുവർ പാം എന്നൊക്കെ പറഞ്ഞാൽ ബ്രൈബ് എന്നാണ് കേട്ടോ. ഗ്രീസ് ഓൺ യുവർ പാം അല്ലെങ്കിൽ ഓയിൽ ഓൺ യുവർ പാം എന്നൊക്കെ പറഞ്ഞാൽ ബ്രൈബ്, മോഷ്ടിക്കുക അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുക. ഓർമ്മയിലിരിക്കുക. ഓക്കെ. അപ്പോൾ അതേപോലെ അടുത്ത് നോക്കിയും അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇതിനോട് ചോദിച്ച ചോദ്യം ഇതാണ്. തന്നിരിക്കുന്ന കംപ്ലീറ്റ് ദ കോമ്പിനേഷൻ യൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ബോറിന്റെ ഫീമെയില്, ബോർ എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി, അതിന്റെ ഫീമെയിലാണ് സോ എന്ന് പറയുന്നത്. എന്നാൽ ഗ്യാൻഡർ എന്തിന്റെ ഫീമെയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്യാൻഡറിന്റെ ഫീമെയിലിന് പറയുന്ന പേരാണ് ഗൂസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഏതാണ് വരുന്നത് മക്കളെ? ഗൂസ്. ഗ്യാൻഡർ എന്തിന്റെ ഫീമെയിൽ ആണെന്ന് ചോദിച്ചാൽ ഗൂസ് ആണ് കേട്ടോ. ഗ്യാൻഡറിന്റെ ഫീമെയിൽ ആണ് ഗൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതേപോലെ റാബിറ്റിന്റെ ഫീമെയിൽ ഏതാണ് മക്കളെ? റാബിറ്റിന്റെ ഫീമെയിൽ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോയി ആണ്. ഡോയി എന്നാണ് കേട്ടോ. റാബിറ്റ് ആണെങ്കിൽ ഡോയി എന്നാണ് കേട്ടോ. അതേപോലെ ഓക്സ് ആണെങ്കിൽ ഓക്സിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കൗ ആണ് കേട്ടോ. ഓക്സിന്റെ ഓപ്പോസിറ്റ് കൗ ആണ് കേട്ടോ. ഓക്സ് കൗ. ഫോക്സ് ആണെങ്കിൽ ഫോക്സിന്റെ ഓപ്പോസിറ്റ് വിക്സൺ ആണ് കേട്ടോ. ഫോക്സിന്റെ ഓപ്പോസിറ്റ് വിക്സൺ ആണ് കേട്ടോ. ഫോക്സ് ആണെങ്കിൽ വിക്സൺ ആണ് കേട്ടോ. ഫോക്സ് വിക്സൺ മറക്കരുത് കേട്ടോ. അതേപോലെ ഡ്രാക്ക് DRAK, ഡ്രാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഡക്ക് കേട്ടോ. DUCK ഡക്ക്. ഡ്രാക്ക് ആണെങ്കിൽ ഡക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡ്രാക്ക് ഡക്ക് എന്ന് പറയും. അതേപോലെ നമ്മൾ പറഞ്ഞതാണ് എന്ത് ചെയ്യുന്നു നമ്മുടെ പിന്നെ അതേപോലെ നമ്മളൊരു കോഡ് വെച്ചിട്ട് കുറെ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത്? JCB വാങ്ങാൻ പോയ. JCB അതും കൂടെ ഒന്ന് പറഞ്ഞേ. വാങ്ങാൻ പോയ. JCB വാങ്ങാൻ പോയ. MLA പോയ. MLA GST കണ്ട്. PH പോയി. JCB വാങ്ങാൻ പോയ MLA GST കണ്ട് PH പോയി. ജയിൽ വരുന്ന വാക്കാണ് ജൂ. സിയിൽ വരുന്ന രണ്ട് വാക്കാണ് കൗണ്ട് അതേപോലെ കണ്ടക്ടർ. ഓക്കെ. ബിയിൽ വരുന്ന വാക്കാണ് ബാരൻ. എമ്മിൽ വരുന്ന വാക്കാണ് മർഡറർ, മേയർ, മാസ്റ്റർ. അതേപോലെ മേയർ, അതേപോലെ മാസ്റ്റർ, അതേപോലെ മാനേജർ, അതേപോലെ മില്ലേനിയർ. മർഡറർ, മേയർ, മാസ്റ്റർ, മാനേജർ, മില്ലേനിയർ. എല്ലിൽ വരുന്ന രണ്ട് വാക്കാണ് ലയണ്, ലെപ്പേർഡ്. അതേപോലെ ലെപ്പേർഡ്. എയിൽ വരുന്ന രണ്ട് വാക്കാണ് ഓദർ, ആക്ടർ. അതുപോലെ ആക്ടർ. ജിയിൽ വരുന്ന വാക്കാണ് ഗോഡ്. അതേപോലെ ജൈന്റ്. GIANT ജൈന്റ്. അതേപോലെ എസ്സിൽ വരുന്ന വാക്കാണ് സ്റ്റിവാർഡ് എന്ന് പറഞ്ഞാൽ കപ്പലിലെ സഹായി. സ്റ്റിവാർഡ്, ഷെപ്പേഡ്. ടീയിൽ വരുന്ന വാക്കുകളാണ് ട്രൈറ്റർ, രാജ്യദ്രോഹി. ടൈഗർ. അതേപോലെ ടൈലർ. അതേപോലെ പീല് വരുന്ന വാക്കാണ് പൊയറ്റ്. അതുപോലെ പ്രീസ്റ്റ്. പ്രിൻസ്. അടുത്ത വാക്ക് പ്രിൻസ്. പൊയറ്റ്, പ്രീസ്റ്റ്, പ്രിൻസ്. നാലാമത്തെ വാക്ക് പോസ്റ്റ് മാസ്റ്റർ. പീല് വരുന്ന വാക്ക് ഏതൊക്കെ? പൊയറ്റ്, പ്രീസ്റ്റ്, പ്രിൻസ്, പോസ്റ്റ് മാസ്റ്റർ. പ്രൊപ്രൈറ്റർ, പ്രൊട്ടക്ടർ. ഇപ്പോൾ പൊയറ്റ്, പ്രീസ്റ്റ്, പ്രിൻസ്, പോസ്റ്റ് മാസ്റ്റർ, പ്രൊപ്രൈറ്റർ, പ്രൊട്ടക്ടർ. എച്ചിൽ വരുന്ന രണ്ട് വാക്കുണ്ട്. ഹോസ്റ്റ്, ഹണ്ടർ. എച്ചിൽ വരുന്ന വാക്കാണ് ഹോസ്റ്റ്, ഹണ്ടർ. എഴുതാൻ സ്ഥലമില്ല. ഹോസ്റ്റ്, ഹണ്ടർ. എച്ചിൽ വരുന്ന വാക്ക് ഹോസ്റ്റ്, ഹണ്ടർ. ഈയിൽ വരുന്ന രണ്ട് വാക്കാണ്
എംപറർ, എംപറർ. അതേപോലെ എൻചാൻഡർ, എംപറർ എൻചാൻഡർ, എംപറർ എൻചാൻഡർ. ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞ മക്കളെ നമ്മൾ ആ പറഞ്ഞ കോഡും ധാരാളം വാക്കുകളും ഉണ്ട്. ഇതിന്റെ ഫീമെയിൽ എങ്ങനെ പറയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ജെയിൽ വരുന്ന വാക്ക് ജു, സിയിൽ വരുന്ന രണ്ട് വാക്ക് കൗണ്ട് കണ്ടക്ടർ, ബിയിൽ വരുന്ന വാക്ക് ബാരൻ, എമ്മിൽ വരുന്ന വാക്ക് മർഡറർ, മേയർ, മാസ്റ്റർ, മാനേജർ, മില്ലേനിയർ. ഇനി എന്ത് ചെയ്യുന്നത്? അതേപോലെ എല്ലിൽ വരുന്ന വാക്ക് ലയണ്, ലെപ്പേഡ്, എയിൽ വരുന്ന വാക്ക് ഓദർ, ആക്ടർ, ഓദർ, ആക്ടർ. അതുപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജിയിൽ വരുന്ന വാക്ക് ഗോഡ്, ജൈന്റ്, എസ്സിൽ വരുന്ന വാക്ക് സ്റ്റിവാർഡ്, ഷെപ്പേഡ്, ടിയിൽ വരുന്ന വാക്ക് ട്രൈറ്റർ, ടൈഗർ, ടെയിലർ. അതുപോലെ എച്ചിൽ പിയിൽ വരുന്ന വാക്ക് പൊയറ്റ്, പ്രീസ്റ്റ്, പ്രിൻസ്, പോസ്റ്റ് മാസ്റ്റർ, പ്രൊപ്രൈറ്റർ, പ്രൊട്ടക്ടർ. ഇനി അതേപോലെ എച്ചിൽ വരുന്ന രണ്ട് വാക്ക് ഹോസ്റ്റ്, ഹണ്ടർ, ഇയിൽ വരുന്ന വാക്ക് എംപറർ, എൻചാൻഡർ. കുട്ടികളെ ഇതിൻ്റെയൊക്കെ ഫീമെയിൽ പറയാൻ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ ഫീമെയിൽ പറയാൻ പറഞ്ഞ ഈ വാക്കിന് അവസാനം ESS ഇട്ട് പറഞ്ഞാൽ മതി. എന്ത് ചേർത്ത് പറയുക? അപ്പോൾ നിങ്ങൾ ഹെഡിങ് ഇട്ട് പഠിക്കുക. ESSൽ അവസാനിക്കുന്ന ഫീമെയിൽ രൂപം, ESSൽ അവസാനിക്കുന്ന ഫീമെയിൽ രൂപം. അപ്പോൾ അതൊക്കെ പറയാം. ജൂ, ജ്യൂസ്, കൗണ്ട്, കൗണ്ടസ്, കണ്ടക്ടർ, കണ്ടക്ട്രസ്, ബാരൻ, ബാരനസ്, മർഡറർ, മർഡറസ്, മേയർ, മേയറസ്, മാസ്റ്റർ, മാസ്റ്ററിന്റെ മിസ്ട്രസ് ആണ് കേട്ടോ, മാസ്റ്റർസ് പറയില്ലേ, മിസ്ട്രസ്. നീ മാനേജർ, മാനേജറസ്, മില്ലേനിയർ, മില്ലേനിയറസ്. അതേപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലയൺ, ലയണസ്, ലെപ്പേഡ്, ലെപ്പേഡസ്, ഓദർ, ഓദറസ്, ആക്ടർ, ആക്ട്രസ്, ഗോഡ്, ഗോഡസ്, ജൈന്റ്, ജൈൻഡസ്, സ്റ്റിവാർഡ്, സ്റ്റിവാർഡസ്, ഷെപ്പേഡ്, ഷെപ്പേഡസ്. അതേപോലെ ട്രൈറ്റർ, ടൈട്രസ്, ടൈഗർ, ടൈഗ്രസ്. അതേപോലെ ടെയിലർ, ടെയിലറസ്, ടെയിലറസ്, പൊയറ്റ്, പൊയറ്റസ്, പ്രീസ്റ്റ്, പ്രിൻസ്, പ്രീസ്റ്റസ്, പ്രിൻസ്, പ്രിൻസസ്, പോസ്റ്റ് മാസ്റ്റർ, പോസ്റ്റ് മിസ്ട്രസ്. അതേപോലെ പ്രൊപ്രൈറ്റർ, പ്രൊപ്രൈട്രസ്, പ്രൊട്ടക്ടർ, പ്രൊട്ടക്ട്രസ്. അതേപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹോസ്റ്റ്, ഹോസ്റ്റസ്, ഹണ്ടർ, ഹൺഡ്രസ്, എംപറർ, എംപ്രസ്, എൻചാൻഡർ, എൻചാൻഡ്രസ്. ESSൽ അവസാനിക്കുന്ന ഫീമെയിൽ രൂപം മറക്കില്ല കേട്ടോ. അതേപോലെ നമ്മുടെ എന്ത് ചെയ്യും? കോൾട്ട്, കോൾട്ടിന്റെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കോൾട്ടിന്റെ ഫീമെയിൽ, കോൾട്ട് എന്ന് പറഞ്ഞാൽ ആൺ കുതിരക്കുട്ടി, അതിന്റെ ഫീമെയിൽ ആണ് ഫില്ലി. കോൾട്ടിന്റെ ഫീമെയിൽ ആണ് ഫില്ലി എന്ന് പറയുന്നത് കേട്ടോ. ലോഡ്, എല്ലോ എന്ത് ചെയ്യുന്നൂടെ? എല്ലോ ആടി, ലോഡിന്റെ ഫീമെയിൽ ആണ് ലേഡി കേട്ടോ. ലോഡിന്റെ ഫീമെയിൽ ആണ് ലേഡി എന്ന് പറയുന്നത് കേട്ടോ. ലോഡിന്റെ ഫീമെയിൽ ആണ് ലേഡി. കങ്കാരു, കങ്കാരുവിന്റെ ഫീമെയിൽ ആണ്. കങ്കാരുവിന്റെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഡോയി ആണ് കേട്ടോ. കങ്കാരുവിന്റെ ഫീമെയില് ഡോയി ആണ്. ക്യാറ്റിന്റെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ക്യൂൻ ആണ് കേട്ടോ. ക്യാറ്റിന്റെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ക്യൂൻ. ക്യാറ്റിന്റെ ഫീമെയില് ക്യൂൻ ആണ്. ക്യാറ്റ് ക്യൂൻ ആണ്, മറക്കരുത്. ക്യാറ്റ് ക്യൂൻ ആണ് കേട്ടോ. പിഗിന്റെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ സോ, SOW. പിഗ് ആണെങ്കിൽ സോയാണ് കേട്ടോ. അതേപോലെ ഡിയർ, ഡിയറിന്റെ ഫീമെയില്, ഡിയറിന്റെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചാൽ DER. ഡിയറിന്റെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചാലും ഡോയി ആണ് കേട്ടോ. ഡിയർ ആണെങ്കിലും ഡോയി. ഓക്കെ, മറക്കരുത്. അതേപോലെ ഡോങ്കി ആണെങ്കിലോ ഡോങ്കി, ഡോങ്കിയുടെ ഫീമെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെന്നി, ജെന്നി എന്നാണ് കേട്ടോ. ഡോങ്കിയുടെ ഫീമെയില് ജെന്നി. അപ്പം മെയിൽ ഫീമെയിൽ വളരെ പ്രധാനപ്പെട്ട. അടുത്ത ചോദ്യം നോക്കിയേ. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ആണ്. തന്നിരിക്കുന്ന ചോദ്യത്തെ പാസീവിലോട്ട് മാറ്റാനാണ്. ഹു ഈസ് ഓർഗനൈസിങ് ദ ചാരിറ്റി ഇവന്റ്സ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്? നോക്കട്ടെ, ഹൂവിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ്. ഹൂവിൽ തുടങ്ങുന്ന സെന്റൻസുകൾ പാസീവിലോട്ട് മാറ്റാൻ പറഞ്ഞ എന്തിൽ തുടങ്ങാം നോക്കലേ? ബൈ ഹൂമിൽ തുടങ്ങണം. ബൈ ഹൂമിൽ വരുന്ന രണ്ടെണ്ണം, ബാക്കി രണ്ടെണ്ണം വെട്ടിക്കളയാം. അപ്പോൾ ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ്, പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് പ്ലസ് പാസീവ് റൂൾ. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. നോക്ക്, ഈ ഒരു പാറ്റേണിൽ കിടക്ക് നോക്ക്. ബൈ ഹൂം കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ്, ഇവിടെ ബൈ ഹൂം കഴിഞ്ഞിട്ട് ഇവിടെ ചാരിറ്റി എന്നാണ് കിടക്കുന്നത്, വരില്ല. ബൈ ഹൂം കഴിഞ്ഞിട്ട് ഓക്സിലറി അവിടുന്ന് ഡി ഓപ്ഷനാണ് ഉത്തരം. ബൈ ഹൂം ഈസ് ദ ചാരിറ്റി ഇവന്റ് ബീങ് ഓർഗനൈസ്ഡ് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ വേർഡ്, ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതുക.
ഒബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറി എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റ്, അതിൻ്റെ പാസീവ് റൂൾ. പാസീവ് റൂൾ എന്താണെന്ന് പാസീവ് വോയിസിന്റെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈസ്, ആം, ആറ്, വാസ്, വേറെ വരുന്ന സെൻസിൽ ബീയിങ് പ്ലസ് V3 എഴുതുക. ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെൻസിൽ ബീയിങ് പ്ലസ് V3 എഴുതുക. വലിയ മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ബി പ്ലസ് V3 എഴുതുക. അതുപോലെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഈസ്, ആം, ആർ V3 അവിടെ എഴുതി കൊടുക്കുക. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ V3 എഴുതുക. ഇതാണ് ആ റൂളിൽ ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ദ അസൈലന്റ് ഡാഷ് സെവറൽ കോൾഡ്, സെവറൽ എന്ത് ചെയ്യുന്നുണ്ട്, സെവറൽ പ്ലേസ് ബിഫോർ ബിഫോർ ബീയിങ് അപ്രിഹെൻസ്ഡ് ബൈ ദ പോലീസ്. നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഉചിതമായിട്ടുള്ള എന്തെഴുതാണ്, ഫ്രൈസൽ വെർബ് എഴുതാനാണ്. നമുക്ക് കാളോൺ ഉണ്ട്, അതുപോലെ കാളറ്റുണ്ട്, അതുപോലെ കാള് എന്ത് ചെയ്യുന്നുണ്ട്, കാളപ്പുണ്ട്, കാളപ്പോണുണ്ട്. ഏതാണ് കുട്ടികൾ ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏത്? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? കാളറ്റ് മീൻസ് വിസിറ്റ് എ പ്ലേസ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. കാളറ്റ് വിസിറ്റ് എ പ്ലേസ് ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നോക്കിയേ, കാളുമായി ബന്ധപ്പെട്ട ഫ്രേസിൽ വെർബ് കാൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നാണ് കേട്ടോ. വിസിറ്റ് എ പ്ലേസ്, സ്ഥലം സന്ദർശിക്കുക എന്നാണ് കേട്ടോ. ഇനി കാൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ എന്നാണ് കേട്ടോ. വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തി സന്ദർശനം. ഇനി കാൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? കാൾ ബാക്ക് റിട്ടേൺ എന്നാണ്. കാൾ ബാക്ക് മീൻസ് റിട്ടേൺ എന്നാണ്. അതേപോലെ കാൾ അറ്റ് പറഞ്ഞു. കാൾ ഇൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? കാൾ ഇന്ന് ഇൻവൈറ്റ് എന്നാണ് കേട്ടോ. കാൾ ഇന്ന് ഇൻവൈറ്റ്, സ്വാഗതം ചെയ്യുക എന്നാണ്. കാൾ ഔട്ട് ആണെങ്കിൽ കാൾ ഔട്ട് ടു ക്രൈ എന്നാണ് കേട്ടോ. കാൾ ഔട്ട് ടു ക്രൈ, കരയുക എന്നാണ് കേട്ടോ. ഉറക്കെ വിളിക്കുക, നിലവിളിക്കുക. ഇനി കാൾ ഓവർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? കാൾ ഓവർ റീഡ് എലൗഡ് എന്നാണ് കേട്ടോ. റീഡ് എലൗഡ്, ഉറക്കെ വായിക്കുക എന്നാണ് കേട്ടോ. കാൾ ഓവർ റീഡ് എലൗഡ് എന്നാണ് കേട്ടോ. അതേപോലെ ഇനി എന്ത് ചെയ്യുന്നുണ്ട്? കാൾ ഫോർ എന്ന് പറഞ്ഞാലോ ഡിമാൻഡ് എന്നാണ് കേട്ടോ. കാൾ ഫോർ ഡിമാൻഡ് ചെയ്യുക എന്നാണ് കേട്ടോ. അതുപോലെ കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാലോ കാൾ ഓഫ് മീൻസ് ക്യാൻസൽ ചെയ്യുക എന്നാണ്. കാൾ ഓഫ് ക്യാൻസൽ ചെയ്യുക, റദ്ദ് ചെയ്യുക എന്നാണ് കേട്ടോ. അതുപോലെ കാൾ അപ്പ് എന്ന് പറഞ്ഞാൽ ടു കാൾ എന്നാണ് കേട്ടോ. വിളിക്കുക, ടു കാൾ, നമ്മൾ വിളിക്കുക എന്നാണ് കേട്ടോ. കാൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ അപ്പീൽ ചെയ്യുക എന്നാണ് കേട്ടോ. കാൾ അപ്പോൺ, കാൾ അപ്പ്, കാൾ അപ്പോൺ മീൻസ് അപ്പീൽ ചെയ്യുക എന്നാണ് കേട്ടോ. വാദിക്കുക അല്ലെങ്കിൽ തർക്കിക്കുക. അല്ലെങ്കിൽ വിസിറ്റ് എന്നും കൂടെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. കാൾ അപ്പോൺ മീൻസ് വിസിറ്റ് എന്നും കൂടെ പറയാം കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ എന്ത് ചെയ്യുന്നു? കാൾ ഇൻറ്റു ക്വസ്റ്റ്യൻ ആണെന്നെങ്കിൽ കാൾ ഇൻറ്റു ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നതെങ്കിൽ മീൻസ് ആസ്ക് ഡൗട്ട് എന്നാണ് കേട്ടോ. ആസ്ക് ഡൗട്ട്, സംശയങ്ങൾ ചോദിക്കുക, മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഐ വുഡ് റാദർ യു ഡാഷ് ഇൻഡോർ. കണ്ടല്ലോ, നമുക്ക് തന്നിരിക്കുന്നതിൽ ഉചിതമായിട്ടുള്ള ഓപ്ഷൻ എടുത്തെഴുതാനാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡിഡിൻറ്റ് സ്മോക്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ ആണ്. കാരണം എന്താണ് മക്കളെ? നമുക്ക് ഹാഡ് ബെറ്റർ, അതുപോലെ ഹാഡ് റാദർ, അതുപോലെ ഹാഡ് സൂണർ. ഏതൊക്കെ വാക്കുകൾ? ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. കഴിഞ്ഞാൽ ഉത്തരം B1 വരും. അതുപോലെ വരുന്നതാണ് വുഡ് ബെറ്റർ, അതുപോലെ വുഡ് റാദർ, അതുപോലെ വുഡ് സൂണർ. ഈ വാക്കുകൾ കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് B1 ആയിരിക്കും. ഈ വുഡ് റാദറിന് ഒരു പ്രത്യേകത ഉണ്ട്. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം V2 ആയിരിക്കും. വുഡ് റാദറിന്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നാൽ ഉത്തരം V2. ഇവിടെ നമുക്ക് വുഡ് റാദർ വന്നിട്ടുണ്ട്, ഇവിടെ യു എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ V2 വരണം. നമുക്ക് ഓപ്ഷനിൽ V2 ഇല്ല, പക്ഷേ ഡിഡ് പ്ലസ് V1 എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? V2 എക്സാമ്പിൾ ആണ്. അപ്പം V2 ഫോമിൽ വെർബുകൾ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡിഡ് പ്ലസ് V1 ആണ്. അപ്പോൾ വാക്ഡ് എന്ന് പറയുന്ന വെർബ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുന്നു? ഡിഡ് വാക്ക് എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ സ്മോക്ഡ് എന്ന് പറയുന്ന വെർബ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡിഡ് സ്മോക്ക് എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഡിഡിന്റെ സ്മോക്കോട് ഉത്തരമായിട്ട് വരുന്നു, മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. The defense counsel was prevented dash submitting the additional evidence dash the trial. ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ എഴുതാനാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഫ്രം ഡ്യൂറിങ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? The defense counsel was prevented from submitting additional evidence during the trial. ഉത്തരമായിട്ട് വരുന്നത്.
മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കില്ലിംഗ് ഓഫ് വുമൺ ആൻഡ് ഗേൾസ്, പെൺകുട്ടികളെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരമായിട്ട് വരുന്നത് ഫെമിസൈഡ് ആണ്. ഡി ഓപ്ഷൻ ഫെമിസൈഡ്. ഫാദർ ആണെങ്കിൽ എന്തെന്ന് പറയുമ്പോൾ ഫാദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാട്രിസൈഡ് എന്നാണ് പറയുന്നത്. ഫാദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് പാട്രിസൈഡ് എന്നാണ് കേട്ടോ. മദർ ആണെങ്കിൽ മദറിനെ എന്ത് ചെയ്യുന്നുണ്ട് കൊല്ലുന്നതിന് പറയുന്ന പേരാണ് മാട്രിസൈഡ് കേട്ടോ. മദർ ആണെങ്കിൽ മാട്രിസൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ വൈഫ് ആണെങ്കിൽ വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സോറിസൈഡ്, UXORICID. ഹസ്ബൻഡ് ആണെങ്കിൽ ആ ഹസ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് മാരിറ്റിസൈഡ് അല്ലെങ്കിൽ വിരിസൈഡ്, VIRICID, വിരിസൈഡ്. ഓക്കെ, അതേപോലെ ഡോട്ടർ ഓർ സൺ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫിലിസൈഡ്, FILICID, ഫിലിസൈഡ്. അതേപോലെ സിസ് ആണെങ്കിൽ സിസ്റ്ററിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സൊറോറിസൈഡ്. എന്ത് ചെയ്യുന്നത് റോറി, RICID, സൊറോറിസൈഡ്, SORORICID. ബ്രദർ ആണെങ്കിൽ ബ്രദറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫ്രാട്രിസൈഡ്, FRATRICID. TRICID, ഫ്രാട്രിസൈഡ്. അതേപോലെ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ഓൾഡ് പേഴ്സൺ ആണെങ്കിൽ ഓൾഡ് പേഴ്സണെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സെനിസൈഡ്, CNICID, സെനിസൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ, സെനിസൈഡ്. കിങ് ആണെങ്കിൽ കിങ്ങിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് റെജിസൈഡ്, REGICID, റെജിസൈഡ് എന്നാണ് പറയുന്നത്. കിങ്ങിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് റെജിസൈഡ്. ഇനി ഇൻഫാന്റ് ആണെങ്കിൽ ഇൻഫാന്റിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഇൻഫാന്റിസൈഡ് എന്നാണ് പറയുന്നത്. ഇൻഫാന്റിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഇൻഫാന്റിസൈഡ്. അതേപോലെ ഫോസ്റ്റസിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫോസ്റ്റിസൈഡ് കേട്ടോ. ഫോസ്റ്റസ് ആണെങ്കിൽ ഫോസ്റ്റിസൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നൂടെ നമ്മുടെ ജീനോസൈഡ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ റൈസ്, ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ജീനോസൈഡ്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റൈസ്, ഒരു വർഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കൊല്ലുന്നതിന് ജീനോസൈഡ്. ഓക്കെ, അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഫെമിസൈഡ്, ഫെമിസൈഡ് എന്നാണ് പറയുന്നത് കേട്ടോ. പാരൻസ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാരിസൈഡ്, PARRICID. ഈ പാരൻസിന് മാത്രമായിട്ട് പാരന്റിസൈഡ് എന്നും പറയും കേട്ടോ. പാരൻസിന് മാത്രമായിട്ട് പാരന്റിസൈഡ് എന്നും പറയും. ഓക്കെ, ഹ്യൂമൻ ബീയിങ്ങിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഹോമിസൈഡ്, ഹോമിസൈഡ് എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്ങിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഹോമിസൈഡ്, നരഹത്യ. ഓക്കെ, ഫ്രണ്ടിനെ കൊല്ലുന്നതിന് പറയുന്നത് ഫ്രണ്ടിനെ എങ്ങനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്? അമിക്ക് കൊല്ലാൻ പറഞ്ഞിട്ടാ. അമിസിസൈഡ്, AMICICID, അമിസിസൈഡ് അല്ലെങ്കിൽ ആംബിസൈഡ് എന്ന് പറയാം. അമിസൈഡ് അല്ലെങ്കിൽ ആംബിസൈഡ്. എനിമി ആണെങ്കിൽ എനിമിയെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഹോസ്റ്റിസൈഡ്, HOSTICID, ഹോസ്റ്റിസൈഡ്. നമ്മൾ സ്വയം ചത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് സൂയിസൈഡ്. എന്നാൽ പൊളിറ്റിക്കൽ ലീഡർ ആണെങ്കിൽ പൊളിറ്റിക്കൽ ലീഡറിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് അസാസിനേഷൻ, ASSASSI, അസാസിനേഷൻ, അസാസിനേഷൻ എന്ന് പറയും. അടുത്ത ചോദ്യം നോക്കിയേ. ഡെപ്പോസിഷൻ മീൻസ് ലീഗൽ ടെക്സ്റ്റ് മീൻസ്, ലീഗൽ വാക്കായിട്ടുള്ള ഡെപ്പോസിഷൻ എന്ന മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ടേക്കൺ ഔട്ട്സൈഡ് ദ കോർട്ട്. ഏത്? C ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. I will finish the task in no time. ടാഗ് ഉപയോഗിക്കാനാണ്. അപ്പം നോ എന്ന് പറയുന്ന ഈ സെന്റൻസിന്റെ മലയാളം നോക്കിയാൽ I will finish, ഞാൻ എൻ്റെ ജോലി ഫിനിഷ് ചെയ്യും, ടാസ്ക് ഫിനിഷ് ചെയ്യും, ഇൻ നോ ടൈം, ഒട്ടും സമയം കളയാതെ. ഇപ്പോൾ പോസിറ്റീവ് മീനിങ് ആണ് സെന്റൻസ്. നോ നെഗറ്റീവ് മീനിങ്ങിനെ ഉൾക്കൊള്ളിക്കാനല്ല തന്നിരിക്കുന്നത്, സമയം കളയാതെ ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. നെഗറ്റീവ് ടാഗ് എഴുതണം. അപ്പോൾ വിൽ അവിടെ ഓക്സിലറി, ഐ സബ്ജക്റ്റ്, വോണ്ട് ഐ ഉത്തരമായിട്ട് വരുന്നു. വോണ്ട് ഐ നമുക്ക് വോണ്ട് ഐ ഉത്തരമായിട്ട് വരുന്നു. മറക്കരുത്, സെന്റൻസ് പോസിറ്റീവ് ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. He said to me, please lend me your bicycle for a day. അപ്പോൾ ക്യാൻ ബി റിപ്പോർട്ട് അസ്, നമുക്ക് ഈ സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്ത് വരാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലീസ് വരുന്ന സെന്റൻസ് നമ്മുടെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞു കൂട്ടില്ല? നമ്മൾ പറഞ്ഞത് റിക്വസ്റ്റഡ് അല്ലെങ്കിൽ കമാൻഡഡ് അല്ലെങ്കിൽ ഓർഡർ, ഇതിലേതെങ്കിലും അല്ലെങ്കിൽ അഡ്വൈസ്, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ടു ചേർത്ത് സെന്റൻസ് എടുത്തെഴുതാം.
ചേർത്ത് സെന്റൻസ് എടുത്തെഴുതുക. ഓക്കെ, ഇവിടെ പ്രത്യേകത സബ്ജക്റ്റ് മാത്രം, സബ്ജക്റ്റ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുക്കുക, വേറെ ഒന്നും മാറ്റണ്ട. അവിടെ നമുക്ക് റിക്വസ്റ്റഡ് വരുന്ന 2 ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് മീ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്തിനനുസരിച്ച്, ഹീക്കനുസരിച്ച് ഹീക്കനുസരിച്ച് ഹിമ്മായിട്ട് മാറും. യു എന്ന് പറയുന്ന സബ്ജക്റ്റ് മീക്കനുസരിച്ച് എന്തായിട്ട് മാറും മക്കളെ, മീക്കനുസരിച്ച് യുവർ എന്തായിട്ട് മാറും, മൈ ആയിട്ട് മാറും. ഇവിടെ നമുക്ക് റിക്വസ്റ്റഡ് വന്നിരിക്കുന്നതിൽ സബ്ജക്റ്റ് ഒന്നും മാറിയിട്ടില്ല, മീ ഒന്നും മാറിയിട്ടില്ല, ഇവിടെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സി ഓപ്ഷൻ. ഹി റിക്വസ്റ്റഡ് മീ ടു ലെൻഡ് ഹിം മൈ ബൈസൈക്കിൾ ഫോർ എ ഡേ. വേറെ വാക്കൊന്നും മാറ്റണ്ട, സബ്ജക്റ്റ് മാത്രം മാറ്റിയാൽ മതി. ടു ചേർത്താണ് എഴുതേണ്ടത്, കണക്റ്റിംഗ് വേർഡ് ടു ആണ്. അടുത്ത ചോദ്യം നോക്കിയാണെങ്കിൽ മക്കളെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്, റൈറ്റ് ആയിട്ടുള്ള വേർഡ് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ്. വൺ ഓഫ് ദ ഫോട്ടോസ് ലോസ്റ്റ്. നമുക്ക് വൺ ഓഫ് അതുപോലെ എയ്തർ ഓഫ് അതുപോലെ നൈദർ ഓഫ് അതുപോലെ ഈച്ച് ഓഫ് അതുപോലെ എവരി വൺ ഓഫ്. ഈ വാക്കുകൾ വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, എന്നാൽ വെർബ് സിംഗുലാർ ആയിരിക്കണം. നമുക്ക് വൺ ഓഫ് വരുന്ന സെന്റൻസ് ഫോട്ടോസ് പ്ലൂറൽ, ഉത്തരം സിംഗുലാർ. ഇവിടെ വാസ് സിംഗുലാർ ആണ്, വേറെ പ്ലൂറലാണ്. എന്ത് ചെയ്യുന്നത്, ഹാസ് സിംഗുലാർ ആണ്, ആറ് പ്ലൂറലാണ്. അപ്പൊ വാസ് വരാം, ഹാസ് വരാം. ഇതിൽ ഏതാണെന്ന് പറയാൻ മക്കളെ, ഇവിടെ നമുക്ക് ഹാസ് ഹാവ് ഹാഡ് വന്നു കഴിഞ്ഞാൽ V3 വരണം. അപ്പൊ ലോസ്റ്റ് എന്ന് പറയുന്നത് V3 അല്ല, നമുക്ക് ഏതെഴുതാം, വാസ് എഴുതാം. അപ്പോൾ വാസ് ലോസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, വൺ ഓഫ് മൈ ഫോട്ടോസ് വാസ് ലോസ്റ്റ്, പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിച്ച് വാസ് ലോസ്റ്റ്. അടുത്ത ചോദ്യം നോക്കിയാണ് മക്കളെ, ജോൺ കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ഫ്രാൻസ്. നോക്കടോ, യൂണിവേഴ്സിറ്റി ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും മക്കളെ, എ യൂണിവേഴ്സിറ്റി. ഒരു കാര്യം എടുത്തൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു യൂണിവേഴ്സിറ്റി എന്ന അർത്ഥത്തിൽ എ യൂണിവേഴ്സിറ്റി ആണ്. അപ്പം ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണെങ്കിൽ അവയ്ക്ക് മുന്നിൽ, ഉച്ചാരണം തുടങ്ങുന്നത് സ്വരാക്ഷരത്തിലാണെങ്കിൽ അവയ്ക്ക് മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം, ആൻ ചേർക്കാം, അല്ലെങ്കിൽ എ ചേർക്കാം. യൂണിവേഴ്സിറ്റി ആയിലാണ്, അത് എ യൂണിവേഴ്സിറ്റി. അംബ്രല്ല ഏതിലാണ്ട്, ആൻ അംബ്രല്ല വരുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, അതുപോലെ വരുന്ന മറ്റൊരു വാക്കാണ് എന്ത് ചെയ്യും, ഓണസ്റ്റ് ഏത് തുടങ്ങുന്നത്, ഓയിലാണ് ഉച്ചാരണം, ആൻ ഓണസ്റ്റ്. അവർ ആണെങ്കിൽ അവർ, ആയിലാണ് ഉച്ചാരണം, ആൻ അവർ. ഇയർ ആണെങ്കിൽ ഇയർ, യായിലാണ് ഉച്ചാരണം. കേട്ടോ, ഇത് തെറ്റാണ്, അതുകൊണ്ട് എ ഇയർ. ഇതൊക്കെയാണ് വരുന്നത്, ഓർമ്മയിലിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി, പിക്ക് ഔട്ട് ദ ആഡ്വർബ് ഫ്രം ദ സെന്റൻസ്. ഹി ഹാസ് റിട്ടൺ ദ ആൻസേഴ്സ് കറക്റ്റ്ലി. നോക്ക്, ഹി റിട്ടൺ ഹാസ് കറക്റ്റ്ലി നമ്മൾ പഠിച്ചതാണ്. ആഡ്വർബുകൾ എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ആഡ്വർബ് എന്ന് പറയാം. അതായത് ആഡ്വർബ് എന്ത് ചെയ്യും, എൽവയിൽ അവസാനിക്കുന്ന വാക്കുകളെല്ലാം ആഡ്വർബ്. നമുക്ക് എൽവയിൽ അവസാനിക്കുന്ന വാക്ക് ഏതാണ്, കറക്റ്റ്ലി ആണ്. കറക്റ്റ്ലി എന്ന് പറയുന്നത് ആഡ്വർബ്. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ആഡ്വർബ്. കേട്ടോ, ക്രിയ എന്ത് ചെയ്യുന്ന വിശേഷിപ്പിക്കുന്ന വാക്ക്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവിന് എക്സാമ്പിൾ ബ്യൂട്ടിഫുൾ, ഹാൻസം, ക്ലവർ, വണ്ടർഫുൾ ഇങ്ങനെയൊക്കെ വരുന്നു. ആഡ്വർബ് ആണെങ്കിൽ ബ്യൂട്ടിഫുള്ളി, ഹാൻസംലി, ക്ലവർലി, സ്വീറ്റ്ലി ഇങ്ങനെയൊക്കെ വരുന്നത് ആഡ്വർബുകളാണ്. അടുത്ത ചോദ്യം നോക്കിയേ, He liked the painting at first. നോക്ക്, അറ്റ് ഫസ്റ്റ്, സൈറ്റ് എല്ലാം സൈറ്റ് ആണ്. നോക്കിയിരുന്നു. അപ്പൊ നമുക്ക് ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയുക, CIT സൈറ്റ് എടുത്തു പറയുക എന്നാണ്, എടുത്തു പറയുക. SIGHT സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച എന്നാണ് കേട്ടോ, കാഴ്ച. ഇനി അതേപോലെ SIT സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം എന്നാണ് കേട്ടോ, സ്ഥലം. ഈ സൈറ്റ് ഇല്ല. നമുക്ക് ഏത് ഉത്തരം വരുന്ന കുട്ടികളെ, ആ പിക്ചർ ഇഷ്ടപ്പെട്ടു, പെയിന്റിങ് ഇഷ്ടപ്പെട്ടു ആദ്യ കാഴ്ചയിൽ. അപ്പൊ സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്, സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, if I dash everything about him I would have cared for these silly matters. കണ്ടല്ലോ, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടതാണ്, ഓപ്ഷൻസ് ഫില്ല് ചെയ്യാനാണ്. നമുക്ക് ഇഫിന്റെ മറുഭാഗത്ത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് എടുക്കുന്നത്. അപ്പൊ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ. ഹാഡ് പ്ലസ് V3 പറഞ്ഞാൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പൊ നമുക്ക് ഏത് വരുന്നത്, ഹാഡ് പ്ലസ് V3 എന്ന ഓപ്ഷൻ ഏതാണ് കിടക്കുന്നത്, ഹാഡ് നോൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡി ഓപ്ഷൻ ആയിട്ടുള്ള ഹാഡ് നോൺ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ഇഫ് ക്ലോസ് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കി, He has got dash of the property. ഇപ്പൊ നോക്ക്,
അപ്പോൾ ആ കിട്ടി എന്ത് ചെയ്യുന്നുണ്ട് മേജർ പാർട്ട്. അപ്പോൾ നമുക്ക് ലയൺസ് ഷെയർ ഉണ്ട്. ലയൺസ് ഷെയർ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ മേജർ പാർട്ട് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും ബഹുഭൂരിഭാഗം എന്നാണ് കേട്ടോ. ലയൺസ് ഷെയർ മീൻസ് മേജർ പാർട്ട് ഓഫ് സംതിങ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഭാഗം എന്ന അർത്ഥത്തിൽ ഇവിടെ എ ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഡാഷ് സിൻസ് 8 o'clock ദിസ് മോർണിംഗ്. കണ്ടല്ലോ, സിൻസ് അല്ലെങ്കിൽ 4 വരുന്ന സെന്റൻസിൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കും മക്കളെ? ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരും. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് ING. ഇനി നമുക്ക് സിൻസ് അല്ലെങ്കിൽ 4 വരുന്ന സെന്റൻസിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നാൽ അവിടെ ഉത്തരം ഏതാണ് മക്കളെ? ഹാഡ് ബീൻ പ്ലസ് ING. സിൻസ് 4 വരുന്ന സെന്റൻസിൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വാക്ക് വന്നു കഴിഞ്ഞാൽ ഹാഡ് ബീൻ പ്ലസ് ING. ഓർമ്മയിലിരിക്കുക. ഇനി അതേപോലെ സിൻസ് അല്ലെങ്കിൽ 4 വരുന്ന സെന്റൻസിൽ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതെങ്കിലും ടുമോറോ, നെക്സ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരം എന്ത് ചെയ്യും? വില്ല് ഓർ ഷാള്. വില്ല് ഓർ ഷാള് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. വില്ലോ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഉത്തരമായിട്ട് വരും. ഇവിടെ നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഇവിടെ നമുക്ക് ഹാവ് ബീൻ. ഇറ്റ് സിംഗുലാർ ആയതുകൊണ്ട് ഹാവ് അല്ല, ഹാസ് ബീൻ റെയിനിങ് വരുന്നു. ഇറ്റ് സിംഗുലാർ ആണ്, അതുകൊണ്ട് ഹാസ് ബീൻ റെയിനിങ് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. അയൺ ഈസ് ദ ഡാഷ് ഓഫ് ഓൾ മെറ്റൽസ്. കണ്ടല്ലോ, ദാ കഴിഞ്ഞാൽ എന്ത് വരുന്നു? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് ഉത്തരമായിട്ട് വരുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാണ്? മോസ്റ്റ് യൂസ്ഫുൾ, എ ഓപ്ഷൻ. അപ്പോൾ ദാ കഴിഞ്ഞ് ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ദാനിന് മുന്നിലാണ് ഡാഷ് കിടക്കുന്നതെങ്കിൽ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി. സോ അല്ലെങ്കിൽ അസ് കഴിഞ്ഞാണ് ഡാഷ് വരുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ഡിഗ്രി ഉത്തരം. ഓക്കെ, പോസിറ്റീവ് ഡിഗ്രി. ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റ് തുടങ്ങുന്നതോ ആയിട്ടുള്ള വാക്ക് പോസിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ERൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതായിട്ടുള്ള വാക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി. അതേപോലെ അഡ്ജക്റ്റീവുകളെല്ലാം പോസിറ്റീവ് ഡിഗ്രിയാണ്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി ഇതാ ചേർക്കാം. തന്നിരിക്കുന്ന ഓഫ് ദ ടു എന്ന പ്രയോഗം സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഓഫ് ദ ടു എന്ന പ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉത്തരം ഏതാ? ദാ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം. അതേപോലെ ദാ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ഒരു സെന്റൻസ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ അതിന്റെ മറുഭാഗത്തും ഏതെഴുതാം? ദാ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാം. അല്ലാത്ത അവസരങ്ങളിലൊന്നും കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദാ ചേർക്കില്ല. അടുത്ത ചോദ്യം നോക്കിയേ. പെങ്കിന്റെ കളക്റ്റീവ് നോൺ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കോളനി ഓഫ് പെങ്കിനാണ് കേട്ടോ. കോളനി ഓഫ് പെങ്കിനാണ് വരുന്നത്. കോളനി ഓഫിനകത്ത് വരുന്ന മറ്റ് ജീവജാലങ്ങൾ ഏതൊക്കെയാണ്? കോളനി ഓഫ് ആൻഡ്, കോളനി ഓഫ് പറ്റമായിട്ട് നിൽക്കുന്ന കൂട്ടമായിട്ട് ആൻഡ്, ബാറ്റ്, പെങ്കിന്, ബീസ്. കോളനിക്കകത്ത് വരുന്ന ആൻഡ്, ബാറ്റ്, പെങ്കിന്, ബീസ്. അതുപോലെ പാർലമെന്റ് ഓഫ് ആണെങ്കിൽ ആ പാർലമെന്റ് ഇരിക്കുന്ന ആൾക്കാർ രാവിലെ ഉറങ്ങും, രാത്രി ഉണർന്നിരിക്കും എന്നാണ് പറയുന്നത്. പാർലമെന്റ് ഓഫ് ഔള്. സ്വാം ഓഫിനകത്ത് വരുന്ന പ്രാണി വർഗത്തിൽപ്പെട്ടതാണ്. സ്വാം ഓഫ് ഇൻസെക്ട്, ബീസ്, ഫ്ലൈസ്, കോക്രോച്ച്, ആൻഡ് എല്ലാം സ്വാം ഓഫ് ആണ്. ട്രൂപ്പ് ഓഫ് TROP ട്രൂപ്പ് ആണെങ്കിൽ ട്രൂപ്പ് ഓഫ് മങ്കി, ഗൊറില്ല, ചിമ്പാൻസി, ഒറാങ്കുട്ടാൻ, കുരങ്ങന്മാരുടെ കളക്ടറാണ് ട്രൂപ്പ്. TROUPE ട്രൂപ്പ് ആണെങ്കിൽ ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ് ആണ്. ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ഡാൻസേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഓർമ്മയിലിരിക്കുക, 2025 റീസെന്റ് ആയിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും ഈ ചോദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്ന് ഓർമ്മയിലിരിക്കുക. ഓക്കെ, താങ്ക് യു.